നമുക്ക് കുക്കറിലൊരു എളുപ്പത്തിലൊരു പരിപ്പ് കറി ഉണ്ടാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: പരിപ്പ്, തക്കാളി, സവാള, വെളുത്തുള്ളി, വേപ്പില, പിന്നെ കുറച്ച് മല്ലിയില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത്ര മതി. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ജോലിക്കാർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പരിപ്പ് കറിയാണ്. അപ്പം നമ്മൾ ഇതിൽ തക്കാളി ഇട്ട്, പരിപ്പിട്ട്, മുളക് പൊടി കുറച്ച്, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില, പിന്നെ മല്ലിയില ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. ഇവിടെ ഇപ്പം നല്ല മഴയാണ് ഗൈസ്. കണ്ട, നല്ല മഴയാണ്. നിങ്ങളുടെ അവിടെ മഴയുണ്ടാ? ഇവിടെ നല്ല മഴയാണ്. കിളികളൊക്കെ കരയണ കള്ള മഴയായതുകൊണ്ട് നമുക്ക് പിന്നെ വീഡിയോ ക്ലിയർ ആകണമെന്നില്ല, ക്ഷമിക്കണം. എൻ്റെ കുക്കറിൻ്റെ വാഷർ പോയിരിക്കണേന്ന് തോന്നാം ഗൈസ്. അതുകൊണ്ട് കുക്കർ അടിക്കണമെങ്കിൽ ഇത്തിരി സോപ്പിടണം കുക്കറിന്. സുന്ദരി കുക്കറിനൊക്കെ പറയുമ്പോഴേ കുക്കർ അടിക്കാറുള്ളൂ. അടിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വെക്കണം. കാരണം ചില നേരം കുക്കർ പണി മുടക്കാണ്. രണ്ടാമത്തെ വിസിലും അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വിസിലും കൂടി അടിച്ചിട്ട് നമുക്ക് നിർത്താം. അത് പോയിട്ട് എടുത്താൽ മതി. നമ്മുടെ പരിപ്പൊക്കെ നന്നായി വെന്ത് നല്ല രസമുണ്ട്. ഇതൊന്ന് കയ്യിലുകൊണ്ടൊന്ന് പയ്യെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ആവിയില ഇതുകൊണ്ടാണ് വീഡിയോ ക്ലിയർ ആകാത്തത്. നമ്മുടെ ആ പരിപ്പും തക്കാളിയും മല്ലിയിലയും വേപ്പിലയും എല്ലാം കൂടി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് കറക്റ്റാണ് നമുക്ക് നോക്കാം ഗൈസ്. ഉപ്പൊക്കെ കറക്റ്റാണ്. എൻ്റെ മോൻ ബോബിക്കുട്ടനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ബോബിക്കുട്ട ഒന്ന് ഊതിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി വെച്ച്. അപ്പം നമ്മുടെ ബോബിക്കുട്ടൻ ടേസ്റ്റ് ചെയ്ത് നോക്കണേണ്. എങ്ങനെയുണ്ട് മോനെ? നന്നായിട്ടുണ്ട്, പൊളിയാണ്. അപ്പം ഗൈസ്, ഈ നമ്മുടെ എളുപ്പത്തിലുള്ളൊരു പരിപ്പ് കറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.